പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ഇവാലുവേഷനിൽ ഇയർ ടു ഇയർ ഇവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു 2 വർഷം വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വർഷം ഉണ്ടായ സിറ്റുവേഷൻ ആയിരിക്കത്തില്ല 2 വർഷം കഴിയുമ്പോൾ അതിൻ്റെ സിംറ്റംസ് വർദ്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, ബുദ്ധിമുട്ടുകൾ കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് ഓരോ പ്രാവശ്യം കണ്ടുവരാറുണ്ട്. ഹൗ ക്യാൻ വി മാനേജ് എ പാർക്കിൻസൺസ് ഡിസീസ്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു പാർക്കിൻസൺസ് രോഗിയെ മാനേജ് ചെയ്യാം എന്ന് പറയുന്ന ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബത്തിൽ നിന്നുള്ള അവരുടെ ഒരു സപ്പോർട്ട് വളരെയധികം നമ്മൾ ശ്രദ്ധയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ചികിത്സയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എക്സസൈസ്, അതുപോലെ തന്നെ മെൻ്റൽ സപ്പോർട്ട്, മെഡിസിൻസ് കൊണ്ടുള്ള സപ്പോർട്ട്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ആദ്യത്തെ ഭാഗത്ത് വരുന്ന എക്സസൈസിനോടൊപ്പം നമ്മൾ ഫിസിയോതെറാപ്പി ഡോക്ടേഴ്സ് പറയുന്ന എക്സസൈസുകൾ ഡെയിലി ബേസിൽ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഏറെ നല്ലതായിരിക്കും. ഞവരക്കിഴി പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ, പിഴിച്ചിൽ, ഞവരക്കിഴി പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബ്രെയിൻ സ്റ്റിമുലൻ്റ് ആയിട്ടുള്ള ബ്രഹ്മി, സാരസ്വതാരിഷ്ടം അല്ലെ സാരസ്വതഘൃതം പോലുള്ള കാര്യങ്ങൾ അത് കൊടുക്കുന്നതിന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ കൊടുക്കാൻ പാടുള്ളൂ. കാര്യം മറ്റ് പല ഹെൽത്ത് ഇഷ്യൂസിനെ, ഇപ്പം കൊളസ്ട്രോൾ അല്ലെങ്കിൽ കാർഡിയാക് ഇഷ്യൂസ്, ഇതിനെയൊക്കെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം വേണം ഈ തരത്തിലുള്ള മരുന്നുകൾ കൊടുക്കാൻ കഴിയുള്ളൂ. എങ്കിലും ബ്രഹ്മി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മെഡിസിൻസ് ഇത് വളരെ സപ്പോർട്ടീവായിട്ട് ഇതിന് പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ട്രീറ്റ്മെൻറ്റ് സാധാരണഗതിയിൽ 14 ദിവസം, 21 ദിവസം, അതായത് 2 ആഴ്ച, 3 ആഴ്ച അങ്ങനെയൊക്കെ വരുന്ന ട്രീറ്റ്മെൻറ്റുകളാണ് ചെയ്യേണ്ടി വരുന്നത്. ഏവർക്കും അറിയാവുന്നതുപോലെ പാർക്കിൻസൺസ് രോഗം കംപ്ലീറ്റ്ലി ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്നതല്ലെങ്കിലും കൃത്യമായ ആയുർവേദ ചികിത്സയിലൂടെ തന്നെ അതിനെ നല്ലൊരു ഫലപ്രാപ്തിയിലെത്തിക്കുവാനും ആ വ്യക്തിക്ക് ദൈനംദിനമായ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി ചെയ്യത്തക്ക തരത്തിൽ അവരെ സഹായിക്കത്തക്ക രീതിയിൽ സപ്പോർട്ടീവായിട്ടുള്ള മെഡിസിൻസ് കൊണ്ട് നല്ലൊരു ജീവിത നിലവാരം ഉയർത്തുവാൻ തീർച്ചയായിട്ടും ആയുർവേദ ചികിത്സ കൊണ്ട് സാധിക്കുന്നതാണ്.